തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ നാട്ടിൻപുറത്ത് തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതിൻ്റെ എല്ലാം പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കി. അതിൻ്റെ ഏകദേശം എത്ര രൂപ വരും എന്ന് നമ്മൾ ആലോചിച്ചു. അതിനെ സംബന്ധിച്ചുള്ള സ്ഥലവും കെട്ടിടവുമെല്ലാം നമ്മൾ എവിടെ തുടങ്ങണമെന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സുരേഷ് പുല്ലമ്പാറ ഈ ഒരു കെട്ടിടം ഇതുപോലെയുള്ള ഒരു ആരോഗ്യ സ്ഥാപനം തുടങ്ങാൻ അവർ കുടുംബാംഗങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറാകുകയും അങ്ങനെ ഹൈടെക് ലാബ് നിർമ്മാണം തുടങ്ങിയതും ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നതും. ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം. അപ്പൂപ്പൻ പുന്നപ്ര വയലാർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഞാൻ പഠിക്കുന്ന ഏതാണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ അപ്പച്ച സഖാവ് ഉണ്ട്. ബാലസംഘത്തിൻ്റെ ഇവിടുത്തെ സെക്രട്ടറിയായി അപ്പഞ്ചേട്ടൻ എന്നെ നിയോഗിച്ചത് മുതൽ 2ൽ കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ലാബിലെ നിരക്കുകൾ. പകുതി പൈസയ്ക്ക് എല്ലാത്തരം പരിശോധനകളും നടത്താൻ കഴിയും. കിടപ്പ് രോഗികൾക്ക് സൗജന്യമായി വീടുകളിൽ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാവായിട്ട് ഇപ്പോഴും നമ്മളെ കൂടെയുണ്ട്. ആരോഗ്യകരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സാന്നിധ്യം ഇന്നും കേരളം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഈ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ VSൻ്റെ പേരിൽ ഇവിടെ ലതീഷ് ഒരു ലാബോറട്ടറി തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഈ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളിയും കുടുംബശ്രീ അംഗങ്ങളും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുമായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്യമമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ഒരുപാട് പേർക്ക് സഹായമെത്തിക്കുക. ഒരു പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പ്രദേശത്തെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ടാണ് ലതീഷിൻ്റെ ഈ പരിശ്രമത്തെ കാണുന്നത്. അതിന് അദ്ദേഹം നേതൃത്വം കൊടുത്തതിനെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രശ്നമുള്ളത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ രോഗങ്ങളാണ്. നമുക്ക് കാണാൻ പറ്റാത്ത വണ്ണം നമ്മുടെ ചുറ്റുപാടും നമ്മൾ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുന്നിലാണ്, നമ്പർ 1 ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ശരാശരി കേരളീയൻ്റെ പോക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് ചികിത്സിച്ചിട്ടാണ്. എത്ര ചെറിയ തൊഴിലാളിയായാലും അവരുടെ വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്ക് പോകുന്നത് ആശുപത്രിക്ക് കൊടുത്തിട്ടാണ്. സ്വകാര്യ ആശുപത്രികളിലാണെങ്കിൽ പരുന്തിനെ റാഞ്ചാൻ പോലെ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ആശുപത്രി നടത്തുന്നതിനും നമ്മളെതിരല്ല, അത് മുതലാക്കണം, ശരിയാണ്. പക്ഷെ മിക്കവാറും സ്വകാര്യ ആശുപത്രിക്കാരുടെ ലക്ഷ്യം എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവ കിട്ടുന്ന രോഗിയെ പരമാവധി പിഴിയുക. പലപ്പോഴും പൊതുപ്രവർത്തകരായ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ചികിത്സിക്കാൻ. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചിന്താഗതിയുണ്ട്, പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രമേ പറ്റുള്ളൂ. മെഡിക്കൽ കോളേജിൽ നമ്മളാളും പോവില്ല. പോയാൽ അവിടെ സൗകര്യങ്ങളും കുറവാണെന്നുള്ള സത്യമുണ്ട്. നമുക്ക് ഉദ്ദേശിച്ച സേവനം കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ നേരെ വെച്ച് പിടിക്കുന്നത് കൊച്ചിയിലേക്കാണ്. അപ്പോൾ അവിടെ കൈ കിട്ടിയാൽ പിന്നെ ഡെഡ് ബോഡി വിട്ടുകിട്ടാൻ നമ്മളോട് കരഞ്ഞു പറയുന്ന കുടുംബങ്ങളുടെ ചിത്രം നമ്മുടെ മുന്നിലാണ്. അപ്പോൾ 20 ലക്ഷം രൂപ ചിലവായി 18 ലക്ഷം രൂപ കൊടുത്ത് 2 ലക്ഷം രൂപ ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കാൻ അവർക്ക് പറ്റില്ല. ബോഡി വിട്ടുകൊടുക്കില്ല എന്നാണ് അവർ പറയുന്നത്. ഇതാണ് സ്വകാര്യ ആശുപത്രികളുടെ ശ്രമങ്ങൾ. ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള, അവർക്ക് അത്യാവശ്യം ലാഭം എടുക്കുന്നതിനും തെറ്റില്ല. പക്ഷേ പാവപ്പെട്ടവന് അവിടെയൊക്കെ ഒരു ഡിസ്ക്രിമിനേഷൻ കൊടുക്കാൻ കഴിയുന്നവരുണ്ട്, കൊടുക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട്.
തീരെ കൊടുക്കാൻ കഴിയാത്തവരുണ്ട്. ഈ ഒരു മാനുഷികമായ പരിഗണന പലപ്പോഴും നമുക്ക് ഇവരിൽ നിന്നും കാണാൻ കഴിയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെന്താണ് വഴി? നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക, മെഡിക്കൽ കോളേജുകളെ കുറെ കൂടി ശക്തമാക്കുക, അവിടുത്തെ പരാതികൾ പരിഹരിക്കുക. മുന്നോട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇവിടുത്തെ നിങ്ങളുടെ മെമ്പറിന് കിട്ടിയ ഏറ്റവും വലിയ ഗുണം.